കിസാൻ സമ്മാൻ നിധിയുടെ 21ാം ഗഡുവായ 2000 രൂപ ഇന്ന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. ഇതിലൂടെ ഗുണഭോക്തരാകുന്നത് രാജ്യത്തെ 11 കോടി കർഷകരാണ്. പ്രതിവർഷം 6000 രൂപയാണ് പദ്ധതി പ്രകാരം മോദി സർക്കാർ യോഗ്യരായ കർഷകർക്ക് നൽകുന്നത്. 3 ഗഡുക്കളായിട്ടാണ് ഈ തുക ലഭിക്കുക. 3.70 ലക്ഷം കോടി രൂപയാണ് ഇതിനോടകം കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ലഭിക്കുന്ന ആനുകൂല്യമാണ് ഇത്. പൂർണ്ണമായും കേന്ദ്രാവിഷ്കൃതമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന അഥവാ കിസാൻ സമ്മാൻ നിധി. രാജ്യത്തെ ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്. 2019 ഫെബ്രുവരി 24-നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം 2000 രൂപയുടെ 3 ഗഡുക്കളായി കർഷകർക്ക് പ്രതിവർഷം 6000 രൂപയാണ് ലഭിക്കുക. 4 മാസത്തിലൊരിക്കലാണ് ഇത് ലഭിക്കുക. തുക നേരിട്ട് ഗുണഭോക്താക്കളായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇതുവരെ 2000 രൂപ വെച്ച് 20 ഗഡുക്കൾ രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. ഒരു കാര്യം എന്തെന്നാൽ കേരളത്തിലും നരേന്ദ്രമോദിയെ ചീത്ത പറയുന്ന എല്ലാവരും ഇത് വാങ്ങുന്നുണ്ട് എന്നതാണ്. ഏകദേശം 35 ലക്ഷത്തിലധികം പേരാണ് കേരളത്തിൽ നിന്നും കർഷകർക്ക് നൽകുന്ന ഈ സഹായ നിധിക്കായി രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് 35 ലക്ഷം പാവപ്പെട്ട കർഷകർ ഉണ്ടെന്നത് അവിശ്വസനീയമാണെന്ന് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ വന്നിരുന്നു. ആ സംശയം ശരിവെച്ചുകൊണ്ട് കിസാനിൽ KYC നിർബന്ധമാക്കിയപ്പോൾ കേരളത്തിലെ 8 ലക്ഷത്തോളം വ്യാജ കർഷകർ ലിസ്റ്റിനു പുറത്തായി. കിസാൻ നിധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴേ അതിനെതിരെ വന്നവരാണ് കോൺഗ്രസുകാർ. പിച്ചക്കാശ് നൽകി കർഷകരെ അപമാനിക്കുന്നു എന്നായിരുന്നു അവരുടെ പ്രധാന വാദം. ആ വാദം KYC നിർബന്ധമാക്കി വ്യാജ കർഷകരെ പുറത്താക്കുന്ന സമയത്തും പിച്ചക്കാശിനും നിബന്ധനകളോ എന്നൊക്കെ കളിയാക്കി ചോദിച്ചുകൊണ്ട് അവർ തുടർന്നു പോവുകയും ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ ആദ്യം മുതലേ അവരുടെ പതിവ് രീതിയായ കേന്ദ്ര പദ്ധതി സ്വന്തം പേരിലാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിന്റെ ഭാഗമായി ഈ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര സർക്കാർ നടത്തിയതിനു പുറമെ സംസ്ഥാനത്തിന്റെ വകയായും നടത്തിയിരുന്നു. വലിയ സ്റ്റേജൊക്കെ കെട്ടി ഫ്ലെക്സ് ഒക്കെ വെച്ച്. അത് കാരണം 2 ഉദ്ഘാടനമായിരുന്നു കേരളത്തിൽ മാത്രം നടന്നത്. തങ്ങൾ എന്തുടായ്പ് പറഞ്ഞാലോ നടത്തിയാലോ അതിന് കണ്ണടച്ച് വിശ്വസിക്കാൻ പ്രബുദ്ധ സാക്ഷര കേരളത്തിൽ ആളുണ്ടാവും എന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണല്ലോ. ഈ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത കേരള മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും എന്തിനേറെ പറയുന്നു കോൺഗ്രസിന്റെ MPയുടെ വരെ ഫോട്ടോ ഫ്ലെക്സിലും സ്റ്റേജിലും ഉണ്ടായിരുന്നു. പക്ഷേ പദ്ധതിയുടെ യഥാർത്ഥ ഉടമസ്ഥരായ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര കൃഷിമന്ത്രിയുടെയോ പേരോ ഫോട്ടോയോ എവിടെയും വെക്കില്ല. ഇവറ്റകളെ എട്ടുകാലി മമ്മൂഞ്ഞുകൾ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും എന്നറിയാം. പക്ഷേ ഇത് പ്രബുദ്ധ സാക്ഷര കേരളമാണ്. ഇവിടെ ഇതെല്ലാം ചിലവാകും. ഇതൊക്കെ കാണുമ്പോൾ കേരള സാർ, ലിറ്ററസി സാർ, 100% സാർ എന്ന് മറ്റ് സംസ്ഥാനക്കാർ കളിയാക്കി പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു വന്നത് എന്തെന്നാൽ കിസാൻ നിധിയുടെ 21ാമത് ഗഡു വിതരണം കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുക വിതരണം ചെയ്യും.